Hi dears, welcome back to EduFix Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത ഒരു ലാംഗ്വേജ് പ്രോഗ്രാമാണ് MASL എന്ന് പറഞ്ഞിട്ടുള്ള മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ സ്പാനിഷ്. നമ്മൾ റഷ്യനും അതുപോലെ ഫ്രഞ്ചും അറബിക്കും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്പാനിഷാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാമാണ്. വീട്ടിൽ നിന്നും ജോലിസ്ഥലത്തിൽ നിന്നുകൊണ്ടും ചെയ്യാം. സ്കൂൾ ഓഫ് ഫോറിൻ ലാംഗ്വേജസിൻ്റെ അണ്ടറിൽ വരുന്ന കോഴ്സാണ്. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 years ആണ്. മാക്സിമം വരുന്നത് 4 years ആണ്. മീഡിയം സ്പാനിഷ്. യെസ്, ഇതിൽ നമ്മൾ സ്പാനിഷ് ലാംഗ്വേജിലാണ് ഇതിൻ്റെ മീഡിയം വരുന്നത്. നമ്മൾ ഫ്രഞ്ച് ആയാലും റഷ്യൻ ആയാലും നമ്മൾ നോക്കിയിരുന്നത് അതിൽ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് അത് പഠിപ്പിക്കുന്നത്. എന്നാൽ സ്പാനിഷ് ലാംഗ്വേജിൽ തന്നെയാണ് ഈ ഒരു കോഴ്സ് ചെയ്യാൻ കഴിയുന്നത്. അതിൻ്റെ സ്പെഷ്യലൈസേഷൻ സ്പാനിഷിലായിരിക്കും വരുന്നത്. അതുപോലെ ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ 3 year ഡിഗ്രി, റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും 3 year ഡിഗ്രി വേണം. സ്പാനിഷ് ലാംഗ്വേജിലുള്ള 3 year ഡിഗ്രി വേണം. അപ്പോൾ ഇന്ത്യയിൽ നിന്നോ ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നോ വിദേശ യൂണിവേഴ്സിറ്റികളിൽ നിന്നോ ഒക്കെ എവിടെ നിന്നായാലും സ്പാനിഷ് ലാംഗ്വേജിലുള്ള ഡിഗ്രി വേണം. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി, ഏതെങ്കിലും ഒരു സാധാരണ ഡിഗ്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധാരണ ഡിഗ്രിയുടെ കൂടെ നിങ്ങൾക്ക് എന്ത് വേണം? സ്പാനിഷ് ഭാഷയിലുള്ള ഒരു ഡിപ്ലോമ കൂടി വേണം. അത് SCFR എന്ന് സർട്ടിഫൈ ചെയ്ത ഒരു അണ്ടറിലുള്ള ഒരു ഡിപ്ലോമ കോഴ്സ് തന്നെ ആയിരിക്കണം. എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാം. അതായത് മിനിമം ഒരു ഡിഗ്രി, 3 year ഡിഗ്രി വേണം ഏതെങ്കിലും ലാംഗ്വേജിൽ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ, പ്ലസ് സ്പാനിഷ് ഭാഷയിലുള്ള ഡിപ്ലോമ കൂടി നിങ്ങൾക്ക് വേണം. എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഫീ വരുന്നത് 8200 രൂപയാണ്. രജിസ്ട്രേഷൻ ഫീയും ഡെവലപ്മെൻറ്റ് ഫീയും അടക്കം 8900 രൂപയാണ് ഫീ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫീയിൽ നിന്നും ഡിഡക്ഷൻ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുസ്തകം വേണ്ട എന്നുള്ളൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയും നിങ്ങൾക്ക് പുസ്തകം PDF ആയിട്ട് നിങ്ങൾക്ക് ഇഗ്നോയുടെ ഈഗ്യാൻ ഘോഷ് എന്ന് പറഞ്ഞിട്ടുള്ള ലൈബ്രറിയിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15% 15% ഡിഡക്ഷൻ ഈ ഫീയിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഈ സ്റ്റഡി സെൻറ്റർ ഏതിലെല്ലാം, അതുപോലെ റീജിയൻ സെൻറ്റർ ഏതിലെല്ലാം അവൈലബിൾ ആണ് എന്നുള്ളത് നമുക്ക് നോക്കാം. കൊച്ചിൻ റീജിയൻ സെൻറ്ററിൽ ഈ ഒരു കോഴ്സ് അവൈലബിൾ അല്ല. പിന്നെ നമുക്ക് വരുന്നത് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രം റീജിയൻ സെൻറ്റർ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു കോഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെന്ന് വെച്ചാലും അപ്ലൈ ചെയ്യാം കേട്ടോ. ഇന്ന സ്ഥലത്ത് തന്നെ അപ്ലൈ ചെയ്യണമെന്നില്ല. വടകര റീജിയൻ സെൻറ്ററിലും ഈ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഈ ഒരു കോഴ്സിന് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. അപ്പോൾ സ്റ്റഡി സെൻറ്റർ എന്താണ് അതിൻ്റെ ആവശ്യം, റീജിയൻ സെൻറ്റർ എന്താണ് അതിൻ്റെ ആവശ്യം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിലുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇനി ഇതൊരു സെമസ്റ്റർ വൈസ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാം എഴുതാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്നത് 4 തിയറി പേപ്പറുകളാണ്. കണ്ടു നോക്കൂ നിങ്ങൾ. ഇതിൻ്റെ കോഡാണ്, ഓരോ സബ്ജക്റ്റിൻ്റെ കോഡാണ് ലെഫ്റ്റ് സൈഡിൽ. പിന്നെ വരുന്നതിൻ്റെ പേരാണ്. തിയറി ആണോ പ്രാക്ടിക്കലാണോ എന്നിവിടെ കാണിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ക്രെഡിറ്റ്സ്. സെക്കൻഡ് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു പ്രൊജക്റ്റ് ഉണ്ട് കേട്ടോ. MSLP എന്ന് പറയുന്ന 009 എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട്. പിന്നെ ഇവിടെ കാണിക്കുന്ന MSLE 008ഉം MPSC 002ഉം അടങ്ങിയിട്ടുള്ള ഈ 2 കോഴ്സുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്താൽ മതി കേട്ടോ. അതിനാണ് ഇവിടെ സ്റ്റാർ കൊടുത്തിട്ടുള്ളത്. 4 ക്രെഡിറ്റ്സ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇനി തേർഡ് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് തിയറി പേപ്പറാണ് വരുന്നത്. 4th സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് 3 തിയറി പേപ്പറും വീണ്ടും ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ട്. 12 ക്രെഡിറ്റ്സിൻ്റെ ഒരു പ്രൊജക്റ്റും വരുന്നുണ്ട്. പ്രൊജക്റ്റ് ഡിസർട്ടേഷൻ എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ പ്രൊജക്റ്റിനെ കുറിച്ച്, ഡിസർട്ടേഷനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നൽകുന്ന സ്റ്റഡി സെൻറ്റർ നിങ്ങൾക്ക് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നൽകുന്ന പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കും. ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് അതിന് രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ കംപ്ലീറ്റ് പിന്തുണയും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോയുടെ. അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്താൽ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത് തരും. നിങ്ങൾക്ക് സമ്പൂർണ്ണ പിന്തുണയും ചെയ്തു തരുന്നതാണ്.
കൂടുതൽ കോഴ്സുകളെ കുറിച്ച് അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ.